വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു സിംറ്റമാണ് നടുവേദന എന്ന് പറഞ്ഞാൽ. നടുവേദന എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല. അപ്പോൾ ആയുർവേദം അതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നടുവേദനയുടെ കാരണം, അതിനെയാണ് നമ്മൾ ചികിത്സിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചൊല്ലുണ്ട് ആയുർവേദത്തിൽ, രോഗമാദോ പരീക്ഷേത തദനന്തരം ഔഷധം. അപ്പോൾ രോഗകാരണം എന്ന് പറഞ്ഞാൽ നടുവേദനയ്ക്ക് പലതരം കാരണങ്ങളുണ്ട്. ഒന്ന് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാരണങ്ങൾ, അതായത് നടുവിൻ്റെ ഭാഗത്തുണ്ടാവുന്ന പ്രത്യേക കാരണങ്ങൾ. അത് ചിലപ്പോൾ വീഴ്ച കൊണ്ടുണ്ടാവും, അതായത് പലതരം റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ബാത്റൂമിൽ വീഴുക, പലതരം വീഴ്ചകൾ, അഭിഘാതങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഡിസ്ക് ബൾജ്, അതായത് ഡിസ്ക് എന്ന് പറഞ്ഞാൽ കശേരുക്കളുടെ ഇടയിലുള്ള ഒരു ഷോക്ക് അബ്സോർബറായിട്ട്, അപ്പോൾ അതിൻ്റെ തേയ്മാനം കൊണ്ടും തള്ളിച്ചുകൊണ്ടും നടുവേദന വരാം. പിന്നെ ഡിസ്കിൻ്റെ അവിടെയൊക്കെയുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ഞരമ്പിൻ്റെ അവിടെയുള്ള നീർക്കെട്ടുകൾ കൊണ്ട് നടുവേദന ഉണ്ടാവാം. പിന്നെ മസിൽ സ്പാസം, ഇത് കൂടുതലും കണ്ടുവരുന്ന ഒത്തിരി സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ IT പ്രൊഫഷണൽസോ അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷൻ അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ്, അങ്ങനെയൊക്കെ ഒത്തിരി സമയം ഒരേ ഒരു കണ്ടീഷനിൽ ഒരേ പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ മസിൽ സ്പാസം വരുന്നതും അതോടൊപ്പം നടുവേദന അനുഭവപ്പെടുന്നു. റഫേർഡ് പെയിൻ എന്ന് പറയും, മൂന്നാമത്തെ തരം റഫേർഡ് പെയിൻ. അതായത് നടുവിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ആന്തരികമായ അവയവങ്ങൾ, അതായത് ഇപ്പോൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് യൂട്രസ്, ഓവറി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നൊക്കെ പറയും, PID, അതായത് ആന്തരികമായ പ്രശ്നങ്ങൾ കൊണ്ടും ഇതിൻ്റെ റഫേർഡ് പെയിൻ ആയിട്ടും നടുവേദന വരാം. അതേസമയം ജനറലായിട്ടുള്ള കാരണങ്ങളുണ്ട്, ലൈക്ക് ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾക്ക് നടുവേദന ഉണ്ടാവാം. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതായത് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ഒരാൾക്ക്, അതായത് ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ കുറേ സമയം ഇരിക്കുക, ഒത്തിരി സമയം സെഡൻറ്ററി ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് നടുവേദന വരാം.